അപ്പോൾ ഈ റെസിപ്പി എന്താണെന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം കേട്ടോ എന്താണെന്ന്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയായിട്ട് വന്നിരിക്കുകയാണ്. മേത്തി പനീർ ഫ്രൈ. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ റെസിപ്പി തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് അറിയുന്നവർക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ കുറച്ച് കമൻസ് ഇടുക. അപ്പോൾ ഈ മേത്തി പനീർ ഫ്രൈ വളരെയധികം ആരോഗ്യപ്രദമായിട്ട് ഉള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. പാൻ നല്ലോണം ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ നല്ലോണം എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ തന്നെ ചേർക്കണം കേട്ടോ, എന്നാലേ നല്ല മണം ഉണ്ടാവുള്ളൂ. ജീരകം പൊട്ടി വരുമ്പോൾ ഒരു 5-6 വെളുത്തുള്ളി മിനിറ്റ് നല്ലോണം പൊടിയായി നിർത്തിയത് കേട്ടോ. ഇത് 1 മിനിറ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്ത് വരട്ടെ. അപ്പോൾ ഞാൻ ഉള്ളി, ഇതൊരു 2 മീഡിയം സൈസ് വലിയ ഉള്ളിയാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് നന്നായി സോട്ടാവട്ടെ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു. 1 ടീസ്പൂൺ സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി തന്നെയാണ് ആഡ് ചെയ്തിരിക്കണം. കുറച്ച് എരിവ് വേണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഞാൻ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി പച്ചമണം പോട്ടെ, ഒന്ന് നന്നായി ഫ്രൈ ചെയ്യണം. ഈ സമയത്ത് ഇതൊന്ന് നന്നായി ഫ്രൈ വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഇത് എന്തിനാ വെച്ചാൽ ഈ മസാലയും ഉള്ളിയൊക്കെ കൂടി ഒന്ന് വേവണം. അപ്പോൾ ഇതൊന്ന് നന്നായി വറ്റി വരുമ്പോൾ ആ മേത്തി ലീവ്സ് ചേർക്കും. ഇതിപ്പോൾ ഇതിൽ കഷ്ടിച്ചൊരു 1/2 കപ്പ് മേത്തി ലീവ്സ് ഉണ്ടാവും കേട്ടോ. ഇതിനെ ഞാൻ വറ്റി വന്ന മസാലയിലേക്ക് ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വേവട്ടെ. ഇത്തിരി സിം മീഡിയത്തിലാക്കിയിട്ട് തീ ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് ഞാനിതിനെ 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഈ മസാലയിൽ കിടന്നിട്ട് വേണം ഈ മേത്തി ലീവ്സ് ഒന്ന് വാടാൻ. അപ്പോൾ ഞാനിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഇതിനെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എൻ്റെ മേത്തി ലീവ്സ് ഉലുവക്കീര ഒന്ന് വെന്ത് വന്നു. ഈ സമയത്ത് ഞാൻ ഈ പനീർ ആഡ് ചെയ്യാണ്. ഇതിങ്ങനെ ഓരോരോ കഷ്ണമായിട്ടാണ് മുറിച്ചിരിക്കണം, ചെറിയ ചെറിയ പീസായിട്ട്. ഇതാണ്ടോ ഇങ്ങനെ സ്ക്വയർ പീസ്. ഇതിലിട്ടിട്ട് നന്നായി ഒരു ബ്രൗൺ കളറാവണം. ഈ മസാലയിലൊക്കെ പിടിച്ച്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യണറിയോ, 1 ടീസ്പൂൺ നെയ്യ് ഫൈനലായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ബട്ടർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാൻ. ഇനി ഈ നെയ്യിൽ കിടന്നിട്ട് ഈ മേത്തി ലീഫും ഇത് നല്ലോണം ഒന്ന് മൊരിയണം കേട്ടോ. ഇനി അതൊന്ന് മൊരിയണ വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പനീരും ഇതെല്ലാം നല്ല ബ്രൗണായി വന്നു, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ ലേശം ഉപ്പ് കുറവാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ഉപ്പ് കൂടി ഇടുകയാണ്. എല്ലാത്തിലും നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ടു. ഇനി ഇതിനെ ഞാനൊന്ന് ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്ത ശേഷം മാത്രം ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഒരു ഫ്ലേവറിന് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റാണ്. ആ മേത്തിയുടെ സ്മെല്ലും ഉണ്ട്, കൊറിയാണ്ടറിൻ്റെ സ്മെല്ലും ഉണ്ട്, പനീറിനൊരു സ്മെല്ലുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയാണ് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയും വളരെ നല്ലതാണ്. പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. പനീരും മേത്തി ലീവ്സും വളരെ നല്ലതാണ് ദേഹത്തിന്.
ഈ നോൺ കഴിക്കാത്തവർക്ക് എപ്പോഴും പന്നീരും പാൽ പ്രോഡക്ട്സും നിറയെ കഴിക്കണം എന്നാണ് പറയുക. അങ്ങനെയുള്ള വെജുകാർക്ക് ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റിയാണ്. ഞാനിതിനെ എൻ്റെ പാനിലേക്ക് ആക്കട്ടെ. ഇപ്പോൾ എൻ്റെ മേത്തി പന്നീർ ഫ്രൈ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഈ മേത്തി പന്നീർ ഫ്രൈ കണ്ടുവല്ലോ. അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ഇടും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.